ഐസ് എടുത്തോ, പോയി ഐസ് ബാക്കി ഐസ് എടുക്ക്, പോയിട്ട് പോ ഐസ് എടുക്ക്. ഞാൻ പറഞ്ഞുതരാം, മൂടാക്കിയിട്ട് മതി. ഞാൻ തന്നെ കാട്ടി, നാളെ ഇത് റെക്കോർഡ് വരും ചേച്ചി. ഐസ് എടുക്ക്, ഞാൻ പറഞ്ഞുതരാം. ഒലിക്കുന്നു വേപ്പാ, ഐസ് എടുക്ക്. അപ്പോ വേഗം പറ, ഐസ് എടുത്തോ. ബോയ് ഫ്രണ്ട് അടുത്ത് കിടക്കല്ലേ, ഐസ് എടുത്തോ. ഞാൻ കാണിച്ചത് എങ്ങനെയാന്ന്. ആദ്യം ഐസ് എടുക്ക്. ഇത് കണ്ടിട്ട് ഞാനും പ്രാക്ടീസ് ചെയ്യല്, എൻ്റെ പുതിയ ടെക്നിക്കാ. എടുത്തു വായിലിട്, ഇതിങ്ങനെ ഇട്. എന്നിട്ട് അത് വായിൽ വെക്കി. ആ 2 ഐസ് വായിലിടുക, ഇപ്പുറം ഇപ്പുറം ഇട്. എന്നിട്ട് അതെടുത്ത് വെക്കി. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് സൗണ്ട് കേൾക്കണം. ചെയ്ത് നോക്ക്, ചെയ്ത് എന്നിട്ട് പറ. ട്രൈ ചെയ്, ട്രൈ. സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, സൂപ്പറായിരിക്കും. ചെയ്ത് നോക്ക്, വായിക്കൊന്നും വരില്ല. ഈ ഐസ് വായിൽ വെക്കുന്ന ചെയ്യണം. ചെയ്ത് നോക്ക്, ഒന്നും വരില്ല. ഞാൻ ട്രൈ ചെയ്താണ്. അത് അവനിക്ക് അല്ലേ അങ്ങനെ വേണം, നമുക്കും കിട്ടും. അതിൻ്റെ രുചി നമ്മളൊന്ന് ആസ്വദിക്കണം. ഇറക്കിയാൽ മതി, സൂപ്പറായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും, അവർക്ക് സുഖം കിട്ടും, നമുക്ക് അതിൻ്റെ ടേസ്റ്റും കിട്ടും. ട്രൈ ചെയ്യും. ഇത് മൈന ചെയ്തു, ഞാനും ചെയ്തു. പൊന്നു മോളെ, ഞാൻ എന്നിട്ട് ചേച്ചി ട്രൈ ചേച്ചി, പ്രോമിസ്. ഇതേ മൈന വിളിക്കുന്നു, മൈനോട് ചോദിച്ചു നോക്ക്. ഇവിടെ ആവേശം കൊണ്ടു. ചെയ്തു നോക്ക്, ചെയ്തു നോക്ക്. ഇതെനിക്ക് ആരെ പറഞ്ഞു തരുമോ? ഷഡോ, നമ്മുടെ ചെക്കൻ പറഞ്ഞ എന്താ എനിക്കറിയില്ലായിരുന്നു. അവനോട് പറഞ്ഞു ട്രൈ ചെയ്യാൻ പറഞ്ഞു. അവൻ അവരെ ഗേൾഫ്രണ്ട് ചെയ്യുന്നയാ. അവൻ എനിക്ക് പറഞ്ഞു, ഞാൻ മറ്റാളില്ല, മറ്റേ നമ്മുടെ പഴയ ആള്, അതിന് ചെയ്ത് കൊടുത്തു. ഞാൻ ഇന്ന് നോക്കാം. അപ്പം സംഭവം പൊളിയാണ്. പക്ഷെ അവർക്ക് ആണെങ്കിൽ ആണിനാണ് സുഖം കിട്ടുക, പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അൻവർക്ക, ഈ ഐസ് ഇപ്പൊ സൗണ്ട് ഇല്ല, അതേപോലെ സൗണ്ടൊക്കെ വരും. ചെയ്ത് നോക്ക്, അപ്പോ ഓക്കെ വരാം. അവിടെ കളി തുടങ്ങി. നിങ്ങൾ കളിക്കാൻ പോവാ? നീയൊക്കെ ഒന്ന് സൂചിക്ക് പൊന്നു മോളെ. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം. എന്നിട്ട് ഇടക്കിടക്ക് ഐസ് ഇങ്ങനെ വരൂട്ടാ. വായ തന്നെ വെക്കിയത് ഐസ് ഇടക്ക് കയ്യിലേക്കൊക്കെ തെറിപ്പിക്കുക. അതൊരു കളിയാ. ഇപ്പൊ ഐസ് കയ്യിൽ വന്നില്ലേ, അപ്പൊ ഇടക്കിടക്ക് വായിൽ എടുക്കുക, പിന്നെ ഐസ് വായിലിടുക, വായിലിടുക, പിന്നെ അത് വെക്കുക, പിന്നെ ഇത് ഇങ്ങനെ ഇടുക. അത് കളിയായിട്ട് കാണണം കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്, അതൊരു കളിയാ. ട്രൈ ചെയ്, ഇന്ന് എല്ലാവരും പോയി ട്രൈ ചെയ്യും. എല്ലാ ആണുങ്ങളും ബോയ് ഫ്രണ്ടും ഒന്ന് പോയി ചെയ്യണേ. ഐസ് വായിലിടുക, മറ്റേത് വെക്കുക, എന്നിട്ട് ഐസ് ഇങ്ങനെ തിരിക്കുക, ഐസ് കഴിച്ചാടും. അപ്പൊ ഇങ്ങനെ എടുക്കുക, വീണ്ടും വായിൽ വെക്കുക, പിന്നെ ആ സാധനം വെക്കുക, താഴ്ചാടും, പിന്നെ വെക്കുക, സാധനം വെക്കുക. അങ്ങനെ തന്നെ ഇതേ ഇങ്ങനെ കാണിച്ചാൽ മതി, സൂപ്പറായിരിക്കും. ആളുകൾ കൂടി വൈര് ഇതൊക്കെ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാ എന്നെ കണ്ട് എല്ലാവരും പഠിക്കും. ഞാൻ എൻ്റെ പെമ്പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താ പേഴ്സണലായിട്ട്, അത് മൊത്തം അറിഞ്ഞു. വെള്ളം ഒഴിക്കണം കേട്ടോ. കാന്താരി പോയി. സൗണ്ട് കേൾപ്പിക്കണം നമ്മളിങ്ങനെ എന്നൊക്കെ. ഇവിടെ വരും. അപ്പൊ ഹസ്ബൻഡ് സൂചിച്ചു തുടങ്ങി. നമ്മൾ ഹസ്ബൻഡിനെ സൂചിപ്പിക്കണം. എപ്പോഴും മാഷ ചേച്ചിയല്ലേ സൂചിക്കണേ, അല്ലേ?
ഭർത്താവ് നോപ്പിച്ചു കൊടുക്കും കുറച്ച് ദിവസം. അപ്പം ശരിക്കും നാളെ 5 പവന് മാല പിടിച്ചു ട്രൈ ചെയ്യും. 5 പവന് മാല ചേച്ചി ഇത് ചെയ്ത് കൊടുത്ത ഹസ്ബൻഡ് മേടിച്ചു നാളത്തെ ഗിഫ്റ്റ്. ഞാനാ പറയണേ. ഇല്ലെങ്കിൽ 2 ചുരിദാറിന് തുണി മേടിച്ചു തരും. ചെയ്തു വെക്ക്. ഇവിടെ കമന്റ് ഇട്ടാൽ നാളെ ട്രോൾ നിങ്ങളുടെ പേര് കാണും. ഇവിടെ കമന്റ് ഇടരുത്. ഞങ്ങൾ ഫേക്ക് ഐഡി പെണ്ണുങ്ങൾ ഇട്ടോട്ടോ. ഓജി ഐഡിയിൽ ഞാനിപ്പോൾ തിന്നുകൊണ്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നാളെ റെക്കോർഡ് വരുമ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ ഭാര്യ ഇത് എൻ്റെ ചേട്ടൻ്റെ ഫോട്ടോയാണല്ലോ ശശികുമാർ, എൻ്റെ ഏട്ടൻ ബിജിയുടെ ലൈവ് കാണുന്നോ ചിന്തിക്കും. കമന്റ് ഓജി അക്കൗണ്ട് ഇവിടെ കമന്റ് ചെയ്യും. ഓജി അക്കൗണ്ടിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെടും. കാരണം ഈ ലൈവ് ഫുള്ള് റെക്കോർഡാണ് എൻ്റെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മയിലാണ് റെക്കോർഡ്. എന്താണെന്നറിയോ, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അതൊരു വലിയ അവനക്ക് എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. അവന് വീട്ടിൽ ലൈവൊക്കെ കാണുന്നയാ. അതുകൊണ്ട് അവനക്കത് വലിയ ട്രോള് കല്യായിരുന്നു എപ്പോഴും പറയണേ. അതുകൊണ്ട് എനിക്ക് മയിലാണ്. അല്ല അശ്വ ചേച്ചി, ട്രോള് വലിയ ട്രോളും മയിലും വെക്കാൻ വഴിക്കും കിട്ടും. എനിക്കൊരു മയിലും ഇല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഞാൻ എന്താണെന്നറിയാം, എനിക്ക് നല്ല സപ്പോർട്ടാണ്. യെസ് കറക്റ്റ്. അതുകൊണ്ട് ഞാനിവിടെ എന്ത് കോഷ്ടത്താരം കാണിക്കും. അവനൊന്നൊരു വിശ്വല കേസൊന്നുമില്ല. അവൻ സപ്പോർട്ടാണ്. ഞാൻ അവൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്, പിന്നെ നാട്ടുകാരുടെ കൂടെയല്ലല്ലോ ജീവിക്കുന്നത്. പിന്നെ എന്ത് നാട്ടുകാർ വലതും പറയും, കല്ലുവേലി പോവാൻ പറ. ഞാനും വൈഫും കൂടിയാണ് നിങ്ങൾ ലൈവ് കാണുന്നത്. ആണോ? എന്നാൽ ഷൈൻ ചേട്ടാ ഞാൻ പറഞ്ഞത് ചെയ്തു നോക്ക്. കൂൾകളി ചെയ്തു നോക്കണേ അശ്വ ചേച്ചി. അതൊരു ഭാഗ്യമല്ല അശ്വ ചേച്ചി. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മുടെ ലൈവിൽ തന്നെ ഇരിക്കുമ്പം അവൻ നമ്മൾ ചെയ്യണത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ അവരുടെ കൂടെ ചെയ്യുമ്പോൾ അവർക്കറിയാം നമ്മളിങ്ങനെയാണ്. ഇപ്പൊ സപ്പോർട്ട് ആ ഒരു ലൈഫ് അടിപൊളിയല്ലേ? അല്ല, അറിയാത്ത വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ഈ ചെയ്തിട്ട് ഞാനിപ്പോൾ അറിയാത്ത വ്യക്തിയാണ് കല്യാണം കഴിക്കണമെങ്കിൽ അറിയാത്ത വ്യക്തിയാണ് പോയിട്ടുണ്ട്. ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവൻ ആള് തറഞ്ഞ് ചിലപ്പോൾ നമ്മളെ തെറി പറയും. ഇതറിയുന്ന ആളാവുമ്പോൾ കുഴപ്പമില്ല, കല്ലേ. നമ്മൾ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പൊട്ടിച്ചോറും. ഐസ് കുലിക്കോ ദൈവമേ, ആ പെണ്ണ് ഇപ്പം ഐസ് വായിട്ടോണ്ടിരിക്കുമായിരിക്കും. ഇപ്പോൾ വരും കാന്താരി. അവൾക്ക് 1 മണിക്കൂർ വേണം. ഞാനും കിടക്കാൻ പോവാം, ഉറക്കം വേണം. ഇവിടെ വേന എടുക്കണം. ആ പെണ്ണിന് വരി പിടിക്കും. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞൊന്നുമല്ല, അതുള്ളതാണ്, ചെയ്യാനിട്ടാണ്. അവന്റെ സാധാരണ ബാക്കി ഉണ്ടാകുമോ? അല്ല ചീ, അത് സത്യ, അതുള്ള ആ ചെയ്യുന്നത്. എനിക്ക് നിന്നെ വേണം എപ്പോഴും എൻ്റെ കൂടെ. ഐസ് ഇട്ടിട്ട് വായിൽ പിടിക്കുന്നത് നല്ലതല്ലേ? ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അയ്യേ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രം ഇട്ടാ, മറ്റുള്ളവർക്കൊന്നും. കാന്താരി അവനെ ബാക്കി വെക്കുമോ? എന്നാലും ചേച്ചി എങ്ങനെ വെച്ച് ഡെയിലി കളിക്കുക? എനിക്കിഷ്ടമല്ല ഡെയിലി കളിക്കുന്നു. ഡെയിലി ഒരിക്കലും നമ്മൾ സെക്സ് ചെയ്യാൻ പാടില്ല. അശ്വ ചേച്ചിക്ക് ഇഷ്ടം ഡെയിലി ആണ്? അശ്വ ചേച്ചി നിങ്ങൾക്ക് ഡെയിലി സെക്സ് ചെയ്യും? എനിക്കൊന്നും ഇഷ്ടമല്ല ഡെയിലി സെക്സ് ചെയ്യണത്. അശ്വ ചേച്ചിക്ക് ഇഷ്ടാ? ഫർസാൻ ഇഷ്ടമാണോ? ഞാനൊന്നും പറയട്ടെ. എടാ, ഞാൻ ഇവിടെ പുറത്താ.